ഹായ്, ഞങ്ങളിപ്പോ ഉള്ളത് തച്ചമ്പാറയിലാണ്. നമ്മള് പിന്നെ ഇത് മുതുകുറിശ്ശിയിൽ മുതുകുറിശ്ശിയില് പത്മനാഭ സാറുണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സാറേ ഒന്ന് പരിചയപ്പെടാം. സാറ് എന്റെ പേര് പത്മകുമാർ. ഞാൻ ഇപ്പൊ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാഫിൽ ട്രാൻസ്പോർട്ടിനുള്ള ഇത് മകളാണ്. അതെ. അപ്പൊ അവള് PWC ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഇത് ഭാര്യയാണ്. അവള് കുവൈറ്റിലെ മോയിച്ചിലാണ് ജോലി ചെയ്യുന്നത്. മകൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോ പോക്കറ്റ് FM ജോലി ചെയ്യുന്നു. ബാംഗ്ലൂരിൽ തന്നെയാണ്. രണ്ട് മക്കളും ബാംഗ്ലൂരാണ്. അതെ. അപ്പൊ 4 പേര് ഇവിടെ സത്യത്തിൽ ഇവിടെ ഇല്ല. ഇല്ല അതെ, 4 പേരും ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് തിരിച്ചു വരേണ്ട സമയം ഏതാണ്ടായി. അല്ല, ഇവിടെ ഇതിപ്പോ സാറിന്റെ ബ്രദറാണല്ലോ തൊട്ടടുത്ത് താമസിക്കുന്നത്. അപ്പൊ ഇത് എല്ലാം ഇവിടുത്തെ സാറും എന്റെ ബ്രദർ സിസ്റ്റേഴ്സ് നമ്മുടെ എല്ലാം കൂടെ ഉള്ള പ്രോപ്പർട്ടീസിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ ഒരു ഏക്കർ സ്ഥലത്താണ് ഇപ്പൊ വീട് മാത്രമായിട്ട് 2070 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ആട്ടോ. 4 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീടാട്ടോ. ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഞങ്ങളൊരു ഒരു വളരെ റിലാക്സ് ചെയ്തിട്ടുള്ള വീടാണ്. കാരണം ഒരു തിരക്കോ കാര്യങ്ങളോ ഇല്ലാതെ. അതെ, നമ്മളെ 2022 ഞാൻ നിങ്ങളെ ഇതിലെല്ലാം ഫേസ്ബുക്ക് ഇതിലെല്ലാം കണ്ടിട്ട് അങ്ങനെ പിന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു. നമ്മള് 2023 മാർച്ചിലാണ് തുടങ്ങിയത്. അതെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ ലോറിയും ക്വാറി സ്ട്രൈക്കും ഒക്കെ വന്നു, കുറെ ഡിലേ വന്നു. അതെ. പിന്നെ നമ്മളൊരു പാൽകാച്ച ചടങ്ങ് നമ്മൾ നടത്തി. അതെ, അത് നമ്മള് മെയിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൗകര്യാർത്ഥമാണ് ഇപ്പൊ നമ്മൾ വീട് പണിയൊക്കെ ചെയ്തത്. എന്താണ് സാർ ഇപ്പൊ നമ്മുടെ ഒരു BP ഡിസൈൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം വർക്ക്, നമ്മളിപ്പോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിയുന്ന പറയട്ടോ. ഇവിടെ ഇപ്പൊ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് എനിക്കടക്കം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടിയ ഫ്രീഡാണ് കേട്ടോ. നമുക്കിവിടെ ആരും ഇപ്പൊ പിന്നെ മോളായിക്കോട്ടെ, മോനായിക്കോട്ടെ, വൈഫായിക്കോട്ടെ, അല്ലെങ്കിൽ ആരും നമുക്കൊരു അഭിപ്രായം ഉണ്ടാവില്ലേ, നല്ല ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ വളരെ ഫ്രീഡം കിട്ടിയൊരു വീടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു മാറ്റ് ഗ്രേ വന്നു, ഒരു മൊറോക്കൻ ടൈൽ വന്നു, ഫർണിഷിംഗ് വന്നു, ഇന്റീരിയർ വന്നു. അപ്പൊ എല്ലാതും ഒരു മാച്ചിങ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നിങ്ങളുടെ കളർ കോമ്പിനേഷനും ഇതെല്ലാം ഞങ്ങൾ പഴയ വീഡിയോയിലും കണ്ടിട്ടാണ് നിങ്ങളെ തന്നെ ഇത് ചെയ്യാൻ വന്നത്. ഞാൻ ഏകദേശം ഒരു 27-28 ക്ലയന്റ് ഇവിടെ വന്നിട്ടുണ്ട് ഈ വീട് കാണാൻ വേണ്ടിയിട്ട്. ഈ വീട് കണ്ടിട്ട് എനിക്ക് ഓൾറെഡി 3 വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പോളിയിൽ ഞാൻ മണികണ്ഠ സാറ് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് 2500 സ്ക്വയർ ഫീറ്റ് ആണ്. അവർ ഈ വീട് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലിനി വൈക്കത്തുള്ളൊരു ക്ലൈന്റ് ഉണ്ട്. അവർ ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വർക്ക് വന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 4 വർക്കുകൾ നമുക്ക് കൺഫേം ആവുകയും മറ്റു പലർക്കും മാതൃകാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ വീട് ഇങ്ങനെ ചെയ്ത കാരണം കൊണ്ടാണ് നമുക്കത് വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു പ്രകൃതി നമ്മുടെ ഓപ്പോസിറ്റ് വ്യൂ അതെ, അതൊക്കെ നല്ലൊരു ഭാഗമാണ് പറയാം. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഇവര് പറയട്ടെ. ഇതിപ്പോ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ പൊതുവേ ഞങ്ങൾ ഈ ടൈൽസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രേ കളറാണ്. പിന്നെ അതിനൊരു മാച്ചിങ് ആയിട്ട് മൊറോക്കൻ ടൈൽസിന്റെ ഇതുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പെഷ്യൽ ഡിസൈൻ ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ലൈറ്റ് കളറാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത്. ടൈൽസിനാണെങ്കിലും പെയിന്റ് ഇന്റീരിയർ കളറും ലൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞു, ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സലീം ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ വർക്ക്, കിച്ചന്റെ ഇന്റീരിയർ ഭയങ്കര രസമായിട്ടുണ്ട്. അതുപോലെ സിങ്ക് അവിടെയുണ്ട് മൊറോക്കൻ ടൈൽസ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെറിയ സ്ഥലത്തിൽ നല്ല ഭംഗിയുള്ള കിച്ചൺ, ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കൂടുതലൊന്നും ഡിമാൻഡ് ചെയ്തിരുന്നില്ല. 2000 സ്ക്വയർ ഫീറ്റിലൊരു വീട് വേണം എന്നാണ് പറഞ്ഞത്. അത് പ്ലാൻ വരച്ച് വന്നപ്പോൾ 2070 ഓക്കെ, അതിൽ ഞങ്ങൾ റെഡി ആയിരുന്നു. ബാക്കി ഇത് ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞിരുന്നു. കളറ് ഇങ്ങനെയാണെന്ന് പറയണം, ലൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞിരുന്നു. ബാക്കിയെല്ലാം സലിം ഭായ് തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ അതിലൊന്നും കൂടുതൽ ഇടപെട്ടേ ഇല്ല.
കാരണം അത്ര നല്ല കളർ കോമ്പിനേഷനും ഇതായിട്ടുള്ള ഡിസൈനാണ് കൊണ്ടുവന്നത്. അതെ 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 അതെ. പിന്നെ എല്ലായ്പ്പോഴും അത് ഇന്റീരിയറിന്റെയും അവര് ശ്രുതീഷിനോട് പറഞ്ഞ് ചെയ്തു തന്നിട്ടുണ്ട്. അത് വളരെ വർക്കേഴ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട്, എല്ലാ സൂപ്പർവൈസേഴ്സും എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ ഇലക്ട്രിക് വർക്ക് ആണെങ്കിലും രജിസ്ട്രേഷൻ എല്ലാം അവർ തന്നെ ചെയ്തു. ഞങ്ങൾ ഒന്നാമത് ഗൾഫ് പ്രവാസികളാണ്, നമുക്ക് അവിടെ ഇരുന്നിട്ട് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഇവര് എല്ലാം നമുക്ക് ചെയ്തു തന്നു. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നും അപ്ഡേറ്റഡ് അപ്ഡേഷൻ എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്, അപ്പൊ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ സഹിതം അല്ലെങ്കിൽ വീഡിയോ സഹിതം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല, നമുക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം അപ്പൊ അവര് അപ്ഡേറ്റ് തരുമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ പല കോൺട്രാക്ടറെയും സമീപിച്ചിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിക്കുമ്പം നിങ്ങൾ ഓഫീസിൽ പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ സലിം ഭായെ വിളിച്ചു നെക്സ്റ്റ് ഡേ തന്നെ ഹി ടോൾ അല്ലെ, ഇവിടെ വന്ന് ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ വന്നു, സ്ഥലം കണ്ടു, ഡിസ്കഷൻ നടന്നു അല്ലെ. ഡിസൈനുകൾ അയച്ചു തന്നു, 2-3 ഡിസൈൻ. അതെ അതെ, നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അത്രയും സ്ക്വയർ ഫീറ്റിൽ അവർ ശരിയാക്കി. ഞങ്ങള് 4 ബെഡ്റൂം ആണ് പറഞ്ഞിരുന്നത്. 4 ബെഡ്റൂം, 2 താഴെയും 2 എല്ലാ ബെഡ്റൂമിന്റെയും സൈസ് ഒരേതാണ്. എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണേനും. അതെ അതെ, സിമ്പിൾ ആൻഡ് എലഗന്റ് ഒരു ഡിസൈൻ വേണമെന്നാണ് പറഞ്ഞത്. അതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ കോട്ടിയാട് ഭയങ്കര നല്ല രസമുണ്ട്. കോട്ടിയാട് അതുപോലെ നമ്മളുടെ ഈ വഴി, സ്ട്രീറ്റ് ലൈറ്റ്സ്, അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതെ, പുറത്തുള്ള മറ്റേ ബാംഗ്ലൂർ സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ ചെയ്തപ്പോ ഭയങ്കര രസകരമായി. പിന്നെ കാർ പോർച്ച് നമ്മൾ 2 കാറ് നിർത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ 3 കാറ് നിർത്താനുള്ള സ്ഥലം അവിടെയുണ്ട്. ആ ഡിസൈനും വളരെ നന്നായിട്ടുണ്ട്, അതിന്റെ ലൈറ്റിങ്ങും വളരെ നന്നായിട്ട്. ഓവറോൾ ഡിസൈൻ വീട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഡിസൈൻ. കുറെ ആൾക്കാർ നമ്മൾ വീട് കണ്ടിട്ട് ഇവിടെ ഇതുവഴി പോകുമ്പോൾ നമ്മളെ ചോദിക്കാറുണ്ട് നമ്മളോട്. കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്, വുഡൻ ആൻഡ് നാനോ വൈറ്റ് ഫിനിഷ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് വിത്ത് 2 ചെയർസ്. പിന്നെ വൈറ്റ് ബേസ് വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ മൊറോക്കൻ ടൈൽസ് ആണ്, അത് ഞങ്ങൾ തന്നെ പോയി സെലക്ട് ചെയ്തു. നാനോ വൈറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച്, അല്ലെങ്കിൽ സാധാരണ കിച്ചണിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നെസ് വേണം.